ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പുട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് കറിയായിട്ട് ചെറുപയറാട്ടോ കറി വെച്ചേക്കണത്. അപ്പോൾ അത് പുട്ടും പയറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പം മുറ്റത്ത് ഈ കപ്പങ്ങ മരത്തിൽ കപ്പങ്ങ നിൽപ്പുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഒരു വിമാനം പോകണ കണ്ടപ്പോൾ അതങ്ങനെ നോക്കി നിന്നതാട്ടോ. വിമാനം പോകണ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ മുകളിലേക്ക് നോക്കുമല്ലോ. അങ്ങനെ അതിൽ നിന്ന് കപ്പങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ കപ്പമരമായിരുന്നു. അത് ഒടിഞ്ഞ് ചാടി പോയപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കിളിച്ച് വന്ന കൊമ്പിൽ ഉണ്ടായതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് കപ്പങ്ങയാണ്. ഇതൊരു കപ്പങ്ങയുടെ ചിറം ഞാൻ അവിടെ കാണിച്ചില്ല. അതെന്താണെന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ആ കപ്പങ്ങയുടെ പച്ച കപ്പങ്ങയുടെ മരത്തിൽ നിന്ന് പറിച്ച ഉടനെ തന്നെയുള്ള ആ ചിറ എടുത്തിട്ട് പപ്പടമില്ലേ, പപ്പടത്തേൽ തൂത്തിട്ട് നമ്മൾ ചുട്ട് കൊടുക്കണം. കുട്ടികൾക്ക് കൃമിശല്യത്തിനുള്ള മരുന്നാണ്. അപ്പോൾ ഈ പച്ച കപ്പങ്ങയുടെ ചിറം പപ്പടത്തേൽ തേച്ചിട്ട് 2 വശത്തും തേച്ചിട്ട് അത് ചുട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൃമിശല്യം മാറുമെന്നാട്ടോ പറയണത്. മുത്തശ്ശി വൈദ്യത്തിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ പഴയ മുത്തശ്ശിമാർ അങ്ങനെയൊക്കെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കപ്പങ്ങയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടു. അപ്പോൾ അത് തീരെ ചെറിയ കപ്പങ്ങയാണ്. അതൊരു 3 എണ്ണം ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരെണ്ണത്തിൻ്റെ ഫലം ചെയ്യുള്ളൂ. കാരണം അത് ഈ ചെറിയ കൊമ്പയിൽ ഉണ്ടാവണ കുഞ്ഞു കുഞ്ഞു കപ്പങ്ങകളാണ്. അപ്പോൾ പിന്നെ അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ഒക്കെ പൊട്ടിച്ചു. പിന്നെ ഒരു പകുതി സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേപ്പിലയും. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പങ്ങയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് അത് തട്ടിപ്പൊത്തി മൂടി വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ആയിട്ട് ഞാൻ വേവിക്കാൻ വെക്കണത്. ഈ ആവിയിൽ തന്നെ ഇരുന്ന് വെന്താൽ മതി. അപ്പോൾ തീ സിമ്മിലിട്ടേക്കണം. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടാൽ വേവില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. സിമ്മിലിട്ട് വേവിക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇപ്പുറത്ത് ഇരുന്നത് ഒരു കലത്തിൽ വെള്ളം അത് കുടിക്കാനായിട്ട് വെക്കണതാട്ടോ, തിളപ്പിക്കാനായിട്ട്. അങ്ങനെ കപ്പങ്ങ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേവായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി വേവാനുണ്ട്. പിന്നെ ഇത് വേവായി തുടങ്ങി. അപ്പോൾ ഞാൻ അതിന് നടുക്കൊരു കുഴിയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ ദിവസമായിട്ട് എനിക്ക് ഈ അടുക്കളയിൽ ജനൽ മൊത്തം അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി നടക്കണത്. അപ്പോൾ എനിക്കിന്ന് മോനത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇതെല്ലാം മാറ്റി കൊടുക്കുകയാണെങ്കിൽ ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ കുക്കിങ്ങിനൊന്നും നിന്നില്ല. ഇത് വേഗം തോരൻ വെച്ചിട്ട് ഇതെല്ലാം ഇവിടുന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ ഈ തോരൻ ഇങ്ങനെ തേങ്ങ ഇട്ടിട്ട് തട്ടിപ്പൊത്തി വേവിച്ചില്ലേ, എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഇറക്കണതിന് മുമ്പായിട്ട് ഇതിലേക്ക് നമ്മൾ ഈ അവിയലൊക്കെ വയ്ക്കൂല, അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് വേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിക്കൂല. അന്ന പോലെ അത്രയും വെളിച്ചെണ്ണ വേണ്ട, അവിയലിന് ഒഴിക്കും പോലെ വെളിച്ചെണ്ണ വേണ്ട, എന്നാലും ഒരു സ്വല്പം വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുത്തിട്ട് അത് മൂടി വെച്ചേക്കണം. പിന്നെ അതൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയും നല്ല ഒരു ഫ്ലേവറോട് കൂടിയ കപ്പങ്ങ തോരൻ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ഊണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഇതൊരു ടിപ്പാണ്, അത് ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ലതാണ്. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ജനൽ അഴുക്കറിയില്ല. കണ്ട വെളുത്ത പടിയിൽ മുഴുവൻ പൊടിയുണ്ട്. പിന്നെ ഇവിടെ ഈ എണ്ണമെഴുക്കും മീൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഓയിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും കേട്ടോ ചില്ലയിലൊക്കെ. അപ്പോൾ അവനതൊക്കെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ക്ലീനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ ഞാൻ വറുത്ത് കൊടുത്തായിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെ ജനലൊക്കെ എനിക്ക് ക്ലീനാക്കി കിട്ടിയിട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേനും. അവനെല്ലാം ക്ലീൻ ചെയ്ത് തന്നു. പിന്നെ ഇന്ന് വൈകുന്നേരം ചായ വയ്ക്കാൻ പോയപ്പോൾ അവന് ചായ വേണ്ട, പിള്ളേർക്ക് ആർക്കും ചായ വേണ്ട, ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ മഴയായിട്ട് ജ്യൂസൊന്നും അടിക്കാറുണ്ടായില്ല. മാങ്ങ വാങ്ങിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാൽ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ജ്യൂസാട്ടോ അടിച്ചത്. അങ്ങനെ ജനലൊക്കെ ക്ലീനായി.
പിന്നെ മാമ്പഴമൊക്കെ ക്ലീനാക്കി ഞാനത് ജ്യൂസാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.